ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ക്ലാസ് 9th ഫിസിക്സിലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്ത് തുടങ്ങുന്നത്. ഇന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ക്വസ്റ്റൻ ഇസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് വർക്ക്. വർക്കിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റൻ എന്താണെന്നും എങ്ങനെയാണ് ഓരോ ക്വസ്റ്റിന്റെ ആൻസറിലോട്ട് എത്തുന്നതെന്നും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മളുടെ ചോദ്യം ഇതാണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റീസ് ലിസ്റ്റഡ് ബിലോ. റീസൺ ഔട്ട് വെദർ ഓർ നോട്ട് വർക്ക് ഇസ് ഡൺ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ടേം വർക്ക്. നിങ്ങൾക്ക് വർക്കിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റീസിലൊക്കെ വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പറയേണ്ടത്. റീസണും കൂടെ പറയുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവും അല്ലെ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? സുമ ഇസ് സ്വിമ്മിങ് ഇൻ എ പോണ്ട്. അതൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. A donkey is carrying a load on its back. A windmill is lifting water from the well. A green plant is carrying out photosynthesis. An engine is pulling a train. Food grains are getting dried in the sun. Sailboat is moving due to wind energy. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ ആക്ടിവിറ്റീസിലും whether work is done or not എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന് വേണ്ടിയിട്ട് എപ്പോഴൊക്കെയാണ് work is said to be done എന്നുള്ളത് നോക്കാം അല്ലെ. Work is said to be done whenever the given two conditions are satisfied. എന്തൊക്കെയാണ് ഈ കണ്ടീഷൻസ്? Force must be acting on the body. There should be a displacement of the body by the application of the force in or opposite to the direction of force. അതായത് ചുരുക്കി പറയുവാണെങ്കിൽ വർക്ക് 0 ആകുന്ന കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെക്കാം. ബാക്കിയുള്ള എല്ലാ സമയത്തും വർക്ക് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. വർക്ക് വിൽ ബി 0 ഇഫ് ഫോഴ്സ് ഈക്വൽ ടു 0. ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല, ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വർക്ക് വിൽ ബി 0 ഡെഫിനറ്റ്ലി. ഇഫ് ഡിസ്പ്ലേസ്മെന്റ് 0, ഫോഴ്സ് 0 ആവാം, അഥവാ ഫോഴ്സ് ഉണ്ടെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിലും വർക്ക് 0 ആണ്. ഇനി ചില സമയത്ത് നോൺ സീറോ ഫോഴ്സ് ഉണ്ട്, നോൺ സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷേ ഇഫ് ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ then also work will be 0. അപ്പൊ വർക്ക് 0 ആവാനുള്ള 3 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? if force is 0, or if displacement is 0, or force and displacement are perpendicular to each other. Perpendicular എന്ന് വെച്ചാല് നമ്മളൊരു തലയിൽ വലിയൊരു തലച്ചുമടൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോവാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ തലയിലാണ് ഈ വെയിറ്റ് വെച്ചിരിക്കുന്നത്, റൈറ്റ്? അപ്പൊ ഈ വെയിറ്റ് ക്യാരി ചെയ്യാനായിട്ട്, ഈ ലോഡ് ക്യാരി ചെയ്യാനായിട്ട് വി ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? ഈ ഡയറക്ഷനിലാണ് വാക്ക് ചെയ്യുന്നത് അല്ലെ, നടന്നു പോവാണ്. തലയിൽ ഒരു തലച്ചുമടുമായിട്ട് നമ്മൾ നടന്നു പോവാണ്. വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് in the upward direction, which means this way, and displacement is happening in the horizontal direction. അപ്പോ ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. This is the direction of displacement. Angle between force and displacement is 90 degree. അപ്പോ നമ്മൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഫിസിക്സ് പ്രകാരം, വർക്കിന്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫോഴ്സ് ഇല്ലെങ്കിൽ വർക്ക് ഇല്ല, അത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിലും വർക്ക് ഇല്ല. ഇനി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് തലയിൽ വലിയൊരു ചുമടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയായിരിക്കും. പക്ഷേ വർക്ക് ഇസ് നോട്ട് സെഡ് ടു ബി ഡൺ ബിക്കോസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് പെർപെൻഡിക്കുലർ. ഇനി നമുക്ക് നമ്മുടെ ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അല്ലെ. സുമ ഇസ് സ്വിമ്മിങ് ഇൻ എ പോണ്ട്. സുമ എന്ന് പറയുന്ന ഒരു വെള്ളത്തിൽ ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വിം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, റൈറ്റ്? And we will be moving in the forward direction. So force is applied in this direction and displacement is happening in the opposite direction. അങ്ങനെയാണെങ്കിലും work is said to be done അല്ലെ. വർക്കിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയാലും കുഴപ്പമില്ല, പെർപെൻഡിക്കുലർ ആയാലാണ് കുഴപ്പം. അപ്പോൾ സ്വിം ചെയ്യാനായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, സോ നോൺ സീറോ ഫോഴ്സ്, ആൻഡ് ഷീ ഈസ് മൂവിംഗ് ഫോർവേഡ്, സോ നോൺ സീറോ ഡിസ്പ്ലേസ്മെന്റ്, ആൻഡ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ നോട്ട് പെർപെൻഡിക്കുലർ. അപ്പോൾ വർക്ക് ഇസ് സെഡ് ടു ബി ഡൺ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് a donkey is carrying a load on its back. ഒരു ഡോങ്കി ഇങ്ങനെയൊന്നും അല്ല, ഡോങ്കിക്ക് നല്ല ഭംഗിയുള്ള വരയ്ക്കാനൊക്കെ അറിയുന്ന ഒരു ഡോങ്കിനെ വരയ്ക്കാം. ഓക്കെ, ഡോങ്കി അതിന്റെ പുറത്ത് വലിയൊരു വെയിറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുക? ഫോഴ്സ് വിൽ ബി അപ്ലൈഡ് ഇൻ ദ upward direction and donkey will be walking in the horizontal direction. അപ്പൊ ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ബട്ട് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് 90 ഡിഗ്രി, which means work is not been done by the donkey. പാവം ഡോങ്കി അല്ലെ, ഡോങ്കി വർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ സയൻസ് പ്രകാരം പറയുന്നത്. A windmill is lifting the water from the well. വെല്ലിൽ നിന്ന് വെള്ളം വിൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, റൈറ്റ്? And the water is also coming in the upward direction. വെല്ലിൽ നിന്ന് മുകളിലോട്ട് താഴേക്കല്ലേ, സോറി,
താഴേന്ന് മുകളിലോട്ടല്ലേ വെള്ളം വരുന്നത്. So force is acting, displacement is acting, they are not perpendicular, which means a force is acting here. നെക്സ്റ്റ് പറയുന്ന ഗ്രീൻ പ്ലാന്റ് ഇസ് ക്യാരിയിങ് ഔട്ട് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അവിടെ ഡിസ്പ്ലേസ്മെന്റോ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ വർക്ക് ബീൻ ഡൺ. An engine is pulling a train. ഒരു എഞ്ചിൻ, ട്രെയിനിന്റെ എഞ്ചിൻ ഇതാണ്, അത് ഈ രീതിയിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക, റൈറ്റ്? ആൻഡ് ദ ട്രെയിൻ വിൽ ബി മൂവിങ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോ ഫോഴ്സ് ഇസ് ഡൺ, displacement is there, and force and displacement are acting along the same direction, which means a work is said to be done there. Food grains are getting dried in the sun. Food grains നമ്മൾ ഉണക്കായിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. സോളാർ എനർജി ഈസ് കൺസ്യൂംഡ്, വെള്ളം അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു, പക്ഷെ ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഹാപ്പനിങ് ഫോർ ദ ഫുഡ് ഗ്രെയിൻസ്. ഫുഡ് ഗ്രെയിൻസ് അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തൊന്നും പോകുന്നില്ല. So which means no work is being done there. A sailboat is moving due to wind energy. കാറ്റടിക്കുന്ന സമയത്ത് സെയിൽ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ കാറ്റ് വീശിയിട്ടുണ്ടെങ്കിൽ ആ സെയിം ഡയറക്ഷനിൽ തന്നെ അത് ഡിസ്പ്ലേസ്ഡ് ആവും. സോ ഫോഴ്സ് ഇസ് ആക്ടിങ്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ആക്ടിങ് അലോങ് ദ സെയിം ഡയറക്ഷൻ, വിച്ച് മീൻസ് എ വർക്ക് ഇസ് സെഡ് ടു ബി ഡൺ ദേർ. അപ്പൊ ഇതിനൊക്കെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക. While swimming, Suma applies a force to push the water backward. Therefore, Suma swims in the forward direction. Okay. ഇനി അതുകൊണ്ട് തന്നെ വർക്ക് ഇസ് സെഡ് ടു ബി ഡൺ. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോങ്കിയുടെ കാര്യം. പുവർ ഡോങ്കി, ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് പെർപെൻഡിക്കുലർ, വിച്ച് മീൻസ് വർക്ക് ഇസ് 0. വിൻഡ് മില്ലിന്റെ കേസിലാണെങ്കിൽ windmill is working against the gravitational force to lift water, so work is done there. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? Work is not been done in the case of photosynthesis. Photosynthesis no displacement of the leaves of the plant, so there is no work done. Engine applies a force to pull the train, which means the train is moving, it is getting displaced, so work has been done there. Food grains, in the presence of solar energy, no work is been done because there is no displacement happening in the process of draining, right? Wind energy applies a force on the sailboat to push it in the forward direction. Therefore, there will be a displacement. Since there is non-zero force, non-zero displacement, a work will be there. അപ്പൊ ഈ ആൻസർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയെന്ന് മനസ്സിലായി. ഈസി. നമ്മളിപ്പോ ഒരു 6-7 ആക്ടിവിറ്റീസ് പറഞ്ഞു. ഇതിലൂടെ നമുക്ക് വർക്ക് എപ്പോഴാണ് സീറോ ആവുന്നത്, എപ്പോഴാണ് നോൺ സീറോ വർക്ക് ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. Have a wonderful day ahead to all of you.